അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് 15,700 കോടി രൂപയുടെ ഉദ്ഘാടന പരിപാടികളാണ് പ്രധാനമന്ത്രി അവിടെ നടത്തുന്നത്. അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം, ഒപ്പം മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനം. ഈ രണ്ട് പരിപാടികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി അയോധ്യയിലെത്തിയിരിക്കുകയാണ്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് രാംപഥിലേക്കുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനത്തിൽ പുറത്തിറങ്ങി അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിക്കുകയാണ്. പുഷ്പവൃഷ്ടി നടത്തി, ഒപ്പം രാമഭക്തി ഗീതങ്ങളാൽ മുഖരിതമായ ഒരു അന്തരീക്ഷമാണ് അയോധ്യയിൽ നമ്മൾ കാണുന്നത്. അവിടെ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. വലിയ സുരക്ഷയിൽ ആണ് അയോധ്യ നഗരം ഇന്ന്. 15,700 കോടിയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം പ്രഖ്യാപിക്കുക. അതിലേറ്റവും പ്രധാനം അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ്. അതാണ് ആദ്യം നടക്കുക. അല്പസമയത്തിനകം അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും. വലിയ സൗകര്യങ്ങളോടുകൂടിയാണ് പഴയ റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിച്ച് വികസിപ്പിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനുള്ള നിരവധി പദ്ധതികൾ കൂടി പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അയോധ്യയുടെ മുഖം തന്നെ മാറിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ലോകോത്തര നിലവാരത്തിലേക്ക് അയോധ്യയെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. അതിനുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമുണ്ട്. അതൊക്കെ ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി അയോധ്യയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാക്കി അയോധ്യയെ മാറ്റാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് എന്ന് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ റോഡ് ഷോ നഗരവീഥികളെ കടന്ന് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട്. വഴിയരികിൽ വിവിധ കലാരൂപങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകൾ നഗരങ്ങളിലാകെ ഉണ്ട്. പ്രധാനമന്ത്രിയും യോഗി ആദിത്യനാഥും ഉൾപ്പെടുന്ന വലിയ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുന്നു. ഒപ്പം രാമന്റെ വലിയ കട്ടൗട്ടുകളും നമുക്ക് കാണാം. ആദ്യം നടക്കുന്നത് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ്. ഏതാണ്ട് 1,00,000 ചതുരശ്ര അടിയിലാണ് പുതിയ റെയിൽവേ സ്റ്റേഷൻ ഒരുങ്ങിയിരിക്കുന്നത്. അത് ഏതാണ്ട് വിമാനത്താവള ടെർമിനലിന് സമാനമായ രീതിയിൽ മോടി പിടിപ്പിച്ച റെയിൽവേ സ്റ്റേഷനായി അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മുൻഗണന നൽകിക്കൊണ്ടാണ് ആ റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണം നടത്തിയിരിക്കുന്നത്. അയോധ്യയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ പ്രധാനമായും അവരുടെ യാത്രാമാർഗമായി ട്രെയിനിനെ ആശ്രയിക്കുകയും അവിടേക്ക് എത്തുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർക്ക് അവിടെ എത്താനും താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അതിൽ ഒരുക്കിയിട്ടുണ്ട്. ഡോർമെട്രി സംവിധാനങ്ങളോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് ചികിത്സ തേടാൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ 24 മണിക്കൂറും ഉറപ്പുവരുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ശിശുരോഗ പരിപാലന കേന്ദ്രമുണ്ട്. ഒപ്പം തീർത്ഥാടകർക്ക് ഈ പ്രാർത്ഥനയ്ക്കും മറ്റുമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് വിരൽത്തുമ്പിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ റെയിൽവേ സ്റ്റേഷന്റെ മുഖം തന്നെ മാറ്റിയിരിക്കുന്നത്. വലിയ സൗകര്യങ്ങൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുമ്പോൾ അവർക്ക് ആ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നടന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഉദ്ഘാടനമാണ്. അതും ലോകോത്തര നിലവാരത്തിൽ ആണ് ആ വിമാനത്താവളം പണികഴിച്ചിരിക്കുന്നത്. 2200 മീറ്റർ റൺവേ വിമാനത്താവളത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. 4 എയർക്രാഫ്റ്റുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 10 ലക്ഷം യാത്രക്കാർ
ഒരു വർഷം വിമാനത്താവളം വഴി എത്തും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അത്രയധികം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ നിശ്ചയിച്ചിരുന്നത് 12:15 പക്ഷേ ഇപ്പോൾ റോഡ് ഷോ നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങുകളുടെ സമയക്രമങ്ങൾ മാറും. അത് അല്പം കൂടി നീളാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റ് 2 പദ്ധതികളുടെ ഉദ്ഘാടനം, ഒന്ന് അമൃത് ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനമാണ്, മറ്റൊന്ന് 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് അത് വന്ദേ ഭാരതിനോട് ഒപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള പുതിയ ട്രെയിനുകളാണ്. 130 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നുണ്ട്. അതിവേഗ യാത്ര പ്രദാനം ചെയ്യുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആനന്ദ് വിഹാർ ദർഭംഗ റൂട്ടിലും ബംഗളൂരു മാൾഡ റൂട്ടിലുമാണ് അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുക. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ ആദ്യ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കും. അയോധ്യ വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നത്. ജനലക്ഷങ്ങൾ അണിനിരക്കുന്ന റോഡ് ഷോയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ വലിയ രീതിയിൽ ആഹ്ലാദാരവങ്ങളോടുകൂടി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. ഇന്ന് നടക്കുന്നത് മറ്റൊരു ഉദ്ഘാടന ചടങ്ങ്, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ്. ഫ്ലാഗ് ഓഫ് ചടങ്ങുകളാണ്. പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന തീവണ്ടികൾ, വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന അമൃത് ഭാരത് തീവണ്ടികൾ, ഇതിൻ്റെയും ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നിർവഹിക്കുന്നുണ്ട്. 6 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുക. അതിൽ ന്യൂഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിന് പുറമെ മറ്റ് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും ഉൾപ്പെടുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാണ് നിർവഹിക്കുക. എന്തായാലും വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിക്കുകയാണ്. റോഡിനിരുവശവും വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണുന്നതിനായി വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആദ്യ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനമാണ് ആദ്യം നടക്കുക. ഈ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് BJPയെ സംബന്ധിച്ച്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ മുഖ്യ വിഷയമായി തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുന്നു എന്നത് രാജ്യം തന്നെ കാതോർക്കുകയാണ്. BJP പ്രവർത്തകർക്ക് വലിയ ആവേശം കൂടി പ്രദാനം ചെയ്യുന്നതാണ് ഇന്ന് നടക്കുന്ന ചടങ്ങുകളാകെയും. രാജ്യത്തെ BJP പ്രവർത്തകർക്കാകെ ആവേശം നൽകുന്നതാണ്. അങ്ങനെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ കൂടി ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു തുടക്കം എന്നുകൂടി നമ്മൾ ഇന്നത്തെ ചടങ്ങുകളെ കാണണം. എന്തായാലും റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. बहुत सुंदर है और आज ये पोर्ट देखा जाए, चाहे सड़कें देखी जाए, चाहे अयोध्या के घाट देखे जाए, मोदी के राज में एक राम राज आ गया। पूरी अयोध्या आज के समय में राममय हो गई है। हमारे प्रधानमंत्री जी, यशस्वी प्रधानमंत्री जी के आने से यहाँ पे एक खुशी की लहर है। एयरपोर्ट बन रहा है, रेलवे स्टेशन के बगल में, अच्छा लग रहा है। व्यवस्था सब सुदृढ़ हो जाएगा अब अयोध्या के लिए। जय श्री राम। रेलवे स्टेशन का निर्माण हो रहा है, नया एयरपोर्ट भी बन रहा है। यहाँ के लोग या दर्शकगण सब बहुत धन्यवाद दे रहे हैं मोदी जी को।
अयोध्या बहुत सुंदर है और आज ये फोर्ट देखा जाए, चाहे सड़कें देखी जाए, चाहे अयोध्या के घाट देखे जाए, मोदी के राज में एक राम राज आ गया। पूरी अयोध्या आज के समय में राममय हो गई है। हमारे प्रधानमंत्री जी, यशस्वी प्रधानमंत्री जी के आने से यहाँ पे एक खुशी की लहर है। അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അയോധ്യ വിമാനത്താവളം മുതൽ രാംപത്ത് വരെയുള്ള റോഡ് ഷോയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് അയോധ്യയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. ജനുവരി 22-നാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായി പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ സ്വീകരണം അവിടെ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2 പ്രധാന ഉദ്ഘാടന ചടങ്ങുകൾക്കായാണ് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. ഒപ്പം ഇതുവരെയുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ വിലയിരുത്തലും അദ്ദേഹം നടത്തും. 22-ന് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ അദ്ദേഹം അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. വലിയ സ്വീകരണം അവിടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുകയാണ്. കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ കലാരൂപങ്ങൾ അണിനിരന്നിരിക്കുന്നു റോഡിനിരുവശവും. ഒപ്പം രാമഭക്തി ഗാനങ്ങളാൽ മുഖരിതമാണ് അയോധ്യ, മന്ത്രോച്ചാരണങ്ങളാൽ മുഖരിതമാണ് അയോധ്യ. അവിടെ പ്രധാനമന്ത്രിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് ഷോ അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്.